സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പുറമായി ചില പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ചില രാഷ്ട്രീയ നേതാക്കളാണ് ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടിയുടെ ചീഫായ ചന്ദ്രബാബു നായിഡു, അതുപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയും ജെഡിയുവിൻ്റെ എല്ലാമായ നിതീഷ് കുമാർ, ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായ മമത ബാനർജി. ഇവരുടെ എല്ലാം ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം കൈയടക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ബി.ജെ.പിയും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ അടങ്ങുന്ന എൻ.ഡി.എ മുന്നണി കേവല ഭൂരിപക്ഷം മറികടന്നെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഏതു നിമിഷവും മറുകണ്ഠം ചാടാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 240 സീറ്റുകൾ മാത്രം കൈവശമുള്ള ബി.ജെ.പിക്ക് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒപ്പം കൂട്ടാതെ തുടർഭരണം നേടുക എന്നുള്ളത് അസാധ്യമാണ്. ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മൊത്തത്തിൽ 232 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ആന്ധ്രയിൽ 15 ലോക്സഭാ സീറ്റുകൾ കൈവശമുള്ള ടി.ഡി.പിയും ചന്ദ്രബാബു നായിഡുവും ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ അവതരിപ്പിച്ച നാൾ മുതൽ നരേന്ദ്രമോദിയെ അതിശക്തമായി നഖശികാന്തം എതിർക്കുന്ന നേതാവാണ് ചന്ദ്രബാബു നായിഡു. 2019 പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുന്നതിനൊക്കെ വലിയ മുൻകൈയെടുത്ത ചന്ദ്രബാബു നായിഡു കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചപ്പോൾ വലിയ പരാജയമാണ് ആന്ധ്രയിൽ ഏറ്റുവാങ്ങിയത്. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജഗന്റെ വൈ.എസ്.ആർ കോൺഗ്രസ് പാർട്ടിയോടും ടി.ഡി.പിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിയുമായി ചന്ദ്രബാബു നായിഡുവും ടി.ഡി.പിയും കൈകോർക്കുന്നത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആന്ധ്രയിൽ വലിയ രാഷ്ട്രീയ വിജയമാണ് ടി.ഡി.പിയും ചന്ദ്രബാബു നായിഡുവും നേടിയിട്ടുള്ളത്. 15 ലോക്സഭാ സീറ്റുകളാണ് ഇപ്പോൾ ടി.ഡി.പിയുടെ കൈവശമുള്ളത്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും 175 അംഗ നിയമസഭയിൽ 127 സീറ്റുകളുമായി ടി.ഡി.പി കളം നിറഞ്ഞിരിക്കുകയാണ്. നിയുക്ത ആന്ധ്ര മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രബാബു നായിഡുവിനോട് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി ചെയ്ത പ്രതികാര നടപടികൾ ഓർമ്മയുണ്ടെങ്കിൽ നായിഡു തീർച്ചയായും ഇന്ത്യ മുന്നണിയിലേക്ക് വന്നുചേരുമെന്നതിൽ സംശയമൊന്നുമില്ല. നിയമസഭയിലും ടി.ഡി.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളതിനാൽ എൻ.ഡി.എ അലയൻസ് വിടുന്നതിലും യാതൊരു പ്രശ്നമില്ല. ഇതിനോടകം തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പദവി നൽകാമെന്നുള്ള വാഗ്ദാനം ചന്ദ്രബാബു നായിഡുവിന് ഇന്ത്യ മുന്നണി നൽകിക്കഴിഞ്ഞു. ഒപ്പം 1-2 മികച്ച വകുപ്പുകളുടെ കേന്ദ്ര മന്ത്രിസ്ഥാനം കൂടി നൽകിയാൽ ടി.ഡി.പി ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കും. ഇനി നിതീഷ് കുമാറിലേക്ക് വരാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം മുന്നണികൾ മാറി മാറി കളിച്ച ഒരു രാഷ്ട്രീയ താരം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അധികാരത്തിനു വേണ്ടി കോൺഗ്രസിനും ബി.ജെ.പിക്കും ആർ.ജെ.ഡിക്കും ഒപ്പം അണിനിരുന്ന ചരിത്രമാണ് നിതീഷ് കുമാറിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗം അദ്ദേഹത്തിന് ഒരു പേര് ചാർത്തി നൽകിയത്, പളട്ടൂറാം, അതായത് മറുകണ്ഠം ചാടി നടക്കുന്നവൻ. ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ബി.ജെ.പിയുമായി കൈകോർക്കുന്നത്. നിലവിൽ ബി.ജെ.പി സഖ്യവുമായി ചേർന്ന് 12 സീറ്റുകളാണ് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ കൈവശമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാലത്ത് കടുത്ത മോദി വിരോധി കൂടിയായിരുന്നു നിതീഷ് കുമാർ എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ നിതീഷ് കുമാറിന് വെച്ചു നീട്ടിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കൊപ്പം കൈകോർക്കുകയാണെങ്കിൽ ബീഹാറിലെ സംസ്ഥാന ഭരണം തുടരുന്നതിന് വേണ്ടി ലാലു പ്രസാദ് യാദവിന്റെ ആർ.ജെ.ഡി നിതീഷ് കുമാറിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബംഗാളിന്റെ സ്വന്തം ദീദി മമത ബാനർജിയാണ്. നിലവിൽ മമത ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം സഖ്യം ചേരാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ബംഗാളിൽ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും സി.പി.എമ്മിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 29 സീറ്റുകളാണ് മമത നേടിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കിങ് മേക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മമതയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കൊപ്പം ചേർന്നുകൊണ്ടാണ് ബംഗാളിൽ മമത മത്സരിച്ചത് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. 29 സീറ്റുകൾ കൈവശമുള്ള മമതാ ബാനർജിയെ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടി എൻ.ഡി.എയും ബി.ജെ.പിയും ഒപ്പം കൂട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ ഇല്ലാതാകും എന്ന് സാരം. എന്നാൽ ബംഗാളിൽ മമതയും തൃണമൂൽ കോൺഗ്രസിനെയും ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ബി.ജെ.പിക്കൊപ്പം മമത കൈകൊടുക്കില്ല എന്ന് തന്നെ വേണം കരുതാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷവും ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. കാത്തിരിക്കാം നമ്മൾ.